ഇപ്പോൾ കുറച്ച് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് നമ്മുടെ ഫ്രെയിം സൈഡിലൊക്കെ നല്ല കർവ്ഡ് അപ്പോൾ ഇത് ജസ്റ്റ് ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് നമുക്ക് വീഡിയോ ഇങ്ങനെ ആക്കാൻ പറ്റും. വളരെ അടിപൊളി സംഭവമാണ്. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അതേപോലെ സൈസ് ചെയ്യുന്നത് പുതുപുത്തൻ വീഡിയോയൊക്കെ എല്ലാവർക്കും സാധനം. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പുതിയ ആപ്ലിക്കേഷൻ പുറത്തിറങ്ങിയിട്ട് വീഡിയോ എഡിറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ പേര് എന്ന് പറയുന്നത് എഡിറ്റ്സ് ബൈ ഇൻസ്റ്റാഗ്രാം എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വാട്ടർമാർക്കൊന്നുമില്ല. നമുക്ക് നേരിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് നേരിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഇതിൽ നിന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ റീലിൻ്റെ പെർഫോമൻസുകളൊക്കെ നമുക്ക് ഇതിൽ ട്രാക്ക് ചെയ്യാനും പറ്റും. നമ്മുടെ ഇൻസ്റ്റാഗ്രാമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനാണ് നമ്മുടെ എഡിറ്റ്സ് ബൈ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ റീൽസ് നമുക്ക് ഇതിൽ എഡിറ്റ് ചെയ്ത് നേരെ അതിലേക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് അപ്ലോഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്ത റീൽസിൻ്റെ വ്യൂവും ബാക്കി സംഭവങ്ങൾ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ വഴി ട്രാക്ക് ചെയ്യാനും പറ്റും. അങ്ങനത്തെ അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാൻ ഇൻസ്റ്റാൾ ചെയ്യാനും അതുപോലെ തന്നെ ഇതെങ്ങനെ യൂസ് ചെയ്യാനുള്ള ഫുൾ കംപ്ലീറ്റ് വീഡിയോ ആണ് നമ്മളിന്ന് കാണിച്ചാൽ പോകുന്നത്. വീഡിയോയ്ക്ക് ഇറങ്ങുന്ന ചാനൽ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അതിൻ്റെ നോട്ടിഫിക്കേഷൻ അവിടെ അങ്ങനെ വീഡിയോ എടുക്കുക. അപ്പോൾ നമ്മുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ ഇതേപോലെ വന്നെടുക്കുന്നുണ്ടാവും നമ്മുടെ എഡിറ്റ്സ് ബൈ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. എഡിറ്റ്സ് ആൻഡ് ഇൻസ്റ്റാഗ്രാം ആപ്പ് എന്നാണ് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഇത് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ വന്നിട്ട് ഏകദേശം 2 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ 54 MB ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. ഇപ്പോൾ തന്നെ ഒരു 10 lakh+ ഡൗൺലോഡ്സ് വന്നിട്ടുണ്ട് ഇതിന്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പം ഒരു പുതിയ അപ്ഡേറ്റും കൂടി വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റും കൂടി വന്നിട്ട് ഞാൻ ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരാം. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇൻസ്റ്റാഗ്രാം വെച്ച് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്താൽ മതി. അപ്പോൾ ഇതേപോലെ ഈ ഓപ്ഷൻസ് വരാം. അപ്പോൾ ഏറ്റവും ഫസ്റ്റത്തെ എന്ന് പറയുന്നത് ഈ ഒരു ഓപ്ഷനാണ് നമ്മുടെ സ്റ്റിക്കേഴ്സ് സേവ്ഡ് സംഭവങ്ങളൊക്കെ കാണാൻ. പിന്നെ നമുക്ക് ഐഡിയാസ് റീൽസ് കാണാൻ പറ്റിയ റീൽസ് അല്ല ഐഡിയാസ് കാണാൻ പറ്റിയ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ടാബ് ഉണ്ട്. ഇവിടെ അങ്ങനെ ഇതേപോലെ റീൽസ് സംഭവങ്ങളൊക്കെ ലോഡായിട്ട് വരും. പിന്നെ അതേപോലെ തന്നെ ഇത് ഇവിടെ നമുക്ക് നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പേജാണ്. പിന്നെ അടുത്ത പേജ് എന്ന് പറയുന്നത് നമുക്ക് ക്യാമറയാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് വീഡിയോ ആ ടൈമിൽ റെക്കോർഡ് ചെയ്തതിന് ശേഷം നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഏറ്റവും ലാസ്റ്റത്തെ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ റീൽസിൻ്റെ പെർഫോമൻസ് ആണ്. നമ്മൾ ലാസ്റ്റ് ചെയ്തൊക്കെ റീൽസ് അപ്ലോഡ് ചെയ്തു, അതിനകത്തൊക്കെ റീച്ച് കിട്ടി, എത്ര ഫോളോവേഴ്സ്, ലൈക്ക്, കമൻറ്റ്, ഷെയർ, അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്ത റീൽസിൻ്റെ വ്യൂവും സംഭവങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു പേജിലെടുക്കാം. അതിന് ശേഷം ഇവിടെ അടിയിലൊരു പ്ലസ് ഐക്കൺ കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഗാലറി ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ ജസ്റ്റ് ഇപ്പം എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് ഓപ്ഷൻസ് ഞാൻ കാണിച്ചു തരാം. ഓഡിയോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഓഡിയോസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. പിന്നെ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം നല്ല അടിപൊളി ടെസ്റ്റുകളുണ്ട്, അനിമേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ടെസ്റ്റിൻ്റെ ഡിസൈനുകളാണിത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന അതേ ഡിസൈനുകൾ കുറേ എണ്ണുണ്ട്. അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ, പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ കുറേ അടിപൊളിയായിട്ടുള്ള ടെസ്റ്റ് അനിമേഷനുകൾ ഇതിലുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറേ അടിപൊളിയായിട്ടുള്ള ടെസ്റ്റ് ഡിസൈനുകൾ ഇതിലുണ്ട്. ഇതേപോലെ കുറേ ടെസ്റ്റ് ഡിസൈനുകളുണ്ട്. അത്യാവശ്യം ഇത്രയാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് അപ്ഡേറ്റ് വരുന്നതനുസരിച്ച് പുതിയ വരുമായിരിക്കും. അപ്പോൾ ഇത്തരം സംഭവങ്ങളാണ് ഇപ്പോൾ തൽക്കാലം ഉള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ബാക്കിയുള്ള സംഭവങ്ങൾ ഇവിടെ കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വോയിസ് ആഡ് ചെയ്യാനുള്ളതും ക്യാപ്ഷൻസ് ആഡ് ചെയ്യാനുള്ളതും പിന്നെ ഓവർലേ എന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോ അല്ലെങ്കിൽ ഇമേജൊക്കെ നമ്മുടെ വീഡിയോയുടെ മുകളിൽ ആഡ് ചെയ്യാനുള്ളത്. പിന്നെ സൗണ്ട് എഫക്ട്സ് ഉണ്ട്. കട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനുള്ള സംഭവമാണ്. പിന്നെ അതുപോലെ തന്നെ സ്റ്റിക്കേഴ്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഈ ഒരു വീഡിയോ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ബാക്കി ഓപ്ഷൻസ് ഇതേപോലെ കാണാൻ പറ്റും. നമ്മുടെ വോളിയം എത്ര വേണ്ടതെന്ന് വെച്ചാൽ അത് സെറ്റ് ചെയ്യാൻ പറ്റും. സ്പീഡ് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അത് സെറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ഗ്രീൻ സ്ക്രീൻ ഓപ്ഷൻ, പിന്നെ ഡിലീറ്റ്, അഡ്ജസ്റ്റ്, പിന്നെ ഫിൽറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് അത്യാവശ്യം നല്ല ഫിൽറ്ററുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഇപ്പോൾ നെറ്റ് മൊബൈൽ ഡാറ്റ ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അതായത് കുറച്ച് ടൈം എടുക്കണം ലോഡാവാൻ. അപ്പോൾ ഫിൽറ്റേഴ്സ് ഇത്രയൊക്കെയാണുള്ളത്. പിന്നെ അതുപോലെ തന്നെ എഫക്ട്സ്, വോയിസ് എഫക്ട്സ്, നമ്മുടെ ക്രോപ്പ്, മിറർ, പിന്നെ അത്യാവശ്യം നമ്മുടെ വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ട എല്ലാ സംഭവങ്ങളുണ്ട്. എഫക്ട്സ് കുറച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും എഫക്ട്സുകളാണുള്ളത്. അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള എഫക്ട്സുകളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഇത്രയും എഫക്ട്സുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈ ഒരു ഇപ്പോൾ കുറച്ച് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് നമ്മുടെ ഫ്രെയിം സൈഡിലൊക്കെ നല്ല കർവ്ഡ് അപ്പോൾ ഇത് ജസ്റ്റ് ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് നമുക്ക് വീഡിയോ ഇങ്ങനെ ആക്കാൻ പറ്റും. അപ്പോൾ അത് അടിപൊളി സംഭവമാണ്. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിടാം. ഡ്യൂപ്ലിക്കേറ്റ് റീപ്ലേസ് അങ്ങനെ നമുക്ക് നോർമൽ അത്യാവശ്യമുള്ള എല്ലാ സംഭവങ്ങളും ഞാൻ ജസ്റ്റ് ഇതൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ നടുവിൽ നമുക്ക് കുറച്ച് ട്രാൻസിഷൻസ് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ ട്രാൻസിഷൻസ് ആണ്. അത്യാവശ്യം കുറച്ച് ട്രാൻസിഷൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ അത് അപ്ഡേറ്റ് ചെയ്യുന്നതനുസരിച്ച് പുതിയത് വരുമായിരിക്കും. അപ്പോൾ ഇത്രയും ആണ് തൽക്കാലം ഇപ്പോൾ ഉള്ളത്. എന്തായാലും അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ വീഡിയോ എഡിറ്റിംഗ് വേണ്ടതിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മുകളിൽ എക്സ്പോർട്ട് കാണാൻ പറ്റും. 4K വരെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി എത്രയാണെന്നനുസരിച്ച് അതിനനുസരിച്ചാണ് എക്സ്പോർട്ട് ആവുന്നത്. അപ്പോൾ നമ്മൾ റീൽ എക്സ്പോർട്ട് ആയി കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് പെട്ടെന്ന് ഒന്ന് പ്ലേ ചെയ്ത് കാണാൻ പറ്റും. പിന്നെ അപ്പോൾ തന്നെ ഇവിടെ നേരിട്ട് ഷെയർ ടു ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഓപ്ഷനുണ്ട്. അപ്പോൾ നമുക്ക് നേരിട്ട് ഷെയർ ചെയ്യാനും പറ്റും. അപ്പോൾ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള എഡിറ്ററാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന് റീൽസൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും അത്ര ഉണ്ടായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ.